ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു കിഡിലൻ ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ വേദ വിക്രമിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തു വെച്ച് വിക്രമിനെ ഇന്റർവ്യൂവിന് വേണ്ടി പറഞ്ഞു വിടുകയാണ് കേട്ടോ. നീ ഗുണ്ടയായിട്ട് ജീവിക്കേണ്ടവനൊന്നും അല്ലെന്നും നിന്റെ ക്വാളിഫിക്കേഷന് നല്ലൊരു ജോലി തന്നെ നിനക്ക് ഉറപ്പായും കിട്ടുമെന്നും വേദ പറയുകയാണ് വിക്രമിനോട്. അങ്ങനെ വേദയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ വിക്രം പല ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോഴും വിക്രമിന്റെ ആ വിഷമഭാവം കാണുന്ന വേദ, ഈ ജോലിയും അപ്പൊ കിട്ടില്ല അല്ലേ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ ട്രൈ ചെയ്യാന്നേ, അങ്ങനെയും പറഞ്ഞ് വിക്രത്തിന് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ വേദയെ ഞെട്ടിച്ചുകൊണ്ട് വിക്രം തനിക്ക് കിട്ടിയ ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ചിരിച്ചുകൊണ്ട് വേദയുടെ കയ്യിൽ കൊടുക്കുകയാണ്. വേദയ്ക്കാണെങ്കിലും അത് വായിച്ചിട്ട് ഒരുപാട് സന്തോഷമാവുന്നു. നല്ല കമ്പനിയും അതുപോലെ നല്ല സാലറിയും ഉണ്ട്. വിക്രമും അപ്പൊ പറയുകയാണ്, ഇത് ബേസിക് സാലറിയാണ്, മാത്രമല്ല 3 മന്ത്സിനുള്ളിൽ ഇത് കൂട്ടിക്കിട്ടുകയും മാത്രമല്ല ഇൻസെന്റീവും ഉണ്ടെന്ന് വിക്രം പറയുന്നത് കേട്ട് വേദയും ആ സന്തോഷത്താൽ വിക്രമിന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടല്ലേ നിനക്ക് ഇത്രയും നല്ലൊരു ജോലി കിട്ടുന്നത്, ഈ ഒരു സന്തോഷത്തില് നിനക്ക് വേണ്ടി ഞാനൊരു സ്വീറ്റ്സ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് വേദ നേരെ കിച്ചണിലോട്ട് പോവുകയാണ്. പിന്നീട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വിക്രമിന്റെ അടുത്തേക്ക് വരുവാണ്. വിക്രമിനാണെങ്കിൽ വേദ എന്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് ചോദിക്കുമ്പോൾ ഇത് എന്ത് സ്വീറ്റ്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേദ തന്നെ പറയുകയാണ് വിക്രമിനോട്. വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഇത് തന്നെയാണെന്ന് നിനക്ക് അറിയാലോ, അതുകൊണ്ടല്ലേ നീ ഇത് തന്നെ ഉണ്ടാക്കിയത്, നല്ല മണമുണ്ട്. അല്ല, ഇതിൽ നീ കുറച്ച് അധികം നെയ്യ് തന്നെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വേദ പറയും, അത് പിന്നെ കേസരി ഉണ്ടാക്കുമ്പോൾ നെയ്യ് അധികം ചേർത്താലേ ശരിയാവൂ. ഇപ്പൊ ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്ന് വിക്രമിന് അറിയാമോ? ഇനി എന്റെ ഭർത്താവ് ഒരു ഗുണ്ടയാണെന്ന് എന്റെ വീട്ടുകാർ പറയില്ല. നിങ്ങൾക്കിപ്പോ ഒരു ജോലി, നല്ല ജോലി കിട്ടിയല്ലോ, എന്റെ സന്തോഷത്തിന് അതിരില്ലെന്ന് പറയുകയാണ് കേട്ടോ വേദ. ഇത് കേൾക്കുന്ന വിക്രമും പറയുന്നുണ്ട്, ഞാനും വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല, എന്നെ ഇന്ന് ഇന്റർവ്യൂ ചെയ്ത് ആരാണെന്നറിയോ? എന്റെ കൂടെ കോളേജിൽ പഠിച്ച എന്റെ ഒരു കൂട്ടുകാരനാണ്. അത് കേൾക്കുന്നതും വേദ പറയുന്നുണ്ട്, ഓഹോ, അതുകൊണ്ടാണല്ലേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടിയത്. എന്നാൽ വേദ ആ പറഞ്ഞത് വിക്രമിന് പിടിക്കുന്നില്ല. നീ അടി വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ട്. കാര്യം ശരിയാണ്, എന്നെ ഇന്റർവ്യൂ ചെയ്ത് എന്റെ ഫ്രണ്ടാണ്. പക്ഷെ എന്റെ ക്വാളിഫിക്കേഷൻസും നിനക്കറിയില്ലേ, അതറിഞ്ഞിട്ട് തന്നെയാണ് അവൻ എനിക്ക് ജോലി തന്നത്. ഇതെല്ലാം കേട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നിങ്ങൾ ഇനിയും ഒരുപാട് മുന്നേറുമെന്നും വേറെ ലെവൽ ആയി തീരുമെന്നൊക്കെ വേദ പറയുന്നുണ്ട് ആ ഒരു അവസരത്തിൽ. ഏതായാലും നിങ്ങൾ ഈ കേസരി കഴിക്കേ എന്നും പറഞ്ഞ് വേദ വിക്രമിനെ ആ കേസരി കഴിപ്പിക്കുകയാണ് കേട്ടോ. ശേഷം അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ കുഴപ്പമില്ല, എന്നാലും എന്റെ ഭാര്യയുടെ അത്ര സ്വീറ്റ് ആയിട്ടില്ല, നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നല്ലതായിട്ടുണ്ടെന്ന് പറയാം എന്നിങ്ങനെയെല്ലാം പറയാണ് വിക്രം. ഇത് കേൾക്കുന്ന വേദയ്ക്കും ചിരി വരുന്നു. അല്ല, ഇനി നിനക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ എന്നും ചോദിച്ചിട്ട് വിക്രം വേദയുടെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, എനിക്കിപ്പോ ഗിഫ്റ്റ് ഒന്നും വേണ്ട, നിങ്ങളെ ഇത് കഴിക്കാൻ നോക്ക്, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ആകുമ്പോഴത്തേക്കും വിക്രം ഓഫീസിൽ പോകാനായി റെഡി ആയിട്ട് വരുവാണ്. ആ സമയം വേദ വിക്രമിനോടായിട്ട്, ഇനി മുതൽ നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്, എല്ലാ കാര്യത്തിലും നിങ്ങൾ മുന്നിലുണ്ടാവണം എന്ന് ഉപദേശിക്കുകയാണ് വേദ. ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിക്രം പോകാൻ തുടങ്ങുമ്പോൾ, ലഞ്ച് ബോക്സ് ഞാൻ ഈ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ടേ, പിന്നെ പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ ജോലിക്ക് പോവേണ്ടത്. അങ്ങനെ വേദ പറഞ്ഞത് കേട്ട് വിക്രം വിളക്കിനടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം വിക്രമിനെ യാത്രയാക്കാനായിട്ട് വേദ പുറത്തേക്ക് വരുന്നുണ്ട്. വിക്രം ബൈക്കിൽ കയറാൻ തുടങ്ങുന്നതും, അയ്യോ ബൈക്കിൽ കയറല്ലേ, ഇതിൽ ഒരുപാട് പൊടിയുണ്ട്, ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് തരാന്ന് പറഞ്ഞ് വേദ തന്റെ സാരി കൊണ്ട് ബൈക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കാണുന്നതും വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയും ഓവർ ആവുന്നത്, ദേ മതി തുടച്ചതൊക്കെ, ഞാനേ പോയിട്ട് വരാം. ശേഷം ലവ് യു എന്നൊക്കെ പറഞ്ഞ് വിക്രം വേദയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ജോലിക്ക്. വേദയാണെങ്കിലും തന്റെ ഭർത്താവിന് ഒരു ജോലി കിട്ടിയല്ലോ, ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു, അതിപ്പോ സഫലമായിരിക്കുന്നു. ആ ഒരു സന്തോഷം വേദ അയൽക്കാരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്.